ഹലോ, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് വെച്ചാൽ കന്യാകുമാരി ജില്ലയിലുള്ള നാഗർകോവിലിനടുത്തായി വരുന്ന തോവാള എന്ന സ്ഥലത്താണ്. തിരുവനന്തപുരം കന്യാകുമാരി ജില്ലയിലൊക്കെ എന്ത് ഫെസ്റ്റിവലായാലും പൂക്കൾ അധികം ആവശ്യമാണെങ്കിൽ അത് അമ്പലത്തിലായാലും ഓണാഘോഷത്തിനായാലും പൂക്കൾ ശേഖരിക്കാൻ നേരെ പോകുന്നത് തോവാള ഫ്ലവർ മാർക്കറ്റിലായിരിക്കും. ഞാനിപ്പോൾ കാണിക്കുന്ന ഈ സ്ഥലം ഈ ഫ്ലവർ മാർക്കറ്റിനടുത്തുള്ള ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചെറിയ ഒരു മലയുടെ മുകളിലാണ്. മലയെന്ന് പറയുമ്പോൾ മുകളിൽ കയറാനായിട്ട് വലിയ പ്രയാസമൊന്നുമില്ല, സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്, സുഖമായിട്ട് തന്നെ കയറാൻ പറ്റും. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ 10 മണി കഴിഞ്ഞ് ഞങ്ങളിവിടെ എത്തിയപ്പോൾ ദർശന സമയം കഴിഞ്ഞതിനാൽ ക്ഷേത്ര നട അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതിനകത്ത് കയറാൻ പറ്റിയില്ല. പക്ഷേ എനിക്കിവിടുത്തെ സ്ഥലം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്. അത്രയും ഇവിടെ നിന്ന് നോക്കുമ്പോൾ കുറച്ച് അപ്പുറത്തായി ഒരല്പം കൂടെ പൊക്കത്തിൽ ഒരു മല കൂടെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ശിവൻ്റെ പ്രതിഷ്ഠയും കാണാൻ പറ്റും. ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ ഇതിന് മുകളിൽ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ, മറക്കല്ലേ. ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണേ. നാഗർകോവിൽ, തോവാള, കന്യാകുമാരി ഇവിടെയൊക്കെ വരുന്നവർക്ക് വരുന്ന വഴിക്ക് തന്നെ ഒന്നിവിടെ കയറി എല്ലാം കണ്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാവുന്നതേ ഉള്ളൂ. അതല്ല, ക്ഷേത്ര ദർശനത്തിന് വരുന്നവരാണെങ്കിൽ രാവിലെ തന്നെ വരേണ്ടി വരും. വൈകുന്നേരം പൂജയുള്ള ക്ഷേത്രമാണോ എന്നറിയില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടതിന് ശേഷം നേരെ മലയിറങ്ങി അപ്പുറത്ത് അല്പം പൊക്കത്തിൽ കണ്ട ആ മലയിലോട്ട് പോവുകയാണ്. അപ്പോൾ അത് ഇത്തിരി ഒന്ന് കറങ്ങി വരണം. അങ്ങനെ കറങ്ങി വന്നു. ഈ മലയുടെ മുകളിൽ കയറാനും സ്റ്റെപ്പുകളുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് കണ്ടത്, ഞങ്ങൾ ആദ്യം കയറിയ ആ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ മലയുടെ ഒരു സൈഡിൽ നിന്ന് വേറെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു ഈ മലയിലോട്ട് വരാനായിട്ട്. കറങ്ങി വരേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ഇനി ഇതിന് മുകളിൽ കയറി നോക്കാം. ഇവിടെയാണെങ്കിൽ പലതരത്തിലുള്ള കള്ളിച്ചെടികൾ കാണാം. ഞങ്ങൾ അങ്ങോട്ട് സ്ഥലത്തൊന്നും അധികം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കള്ളിച്ചെടികളാണ് അധികവും. എനിക്ക് തോന്നുന്നു ഇതൊക്കെയാണ് ഇപ്പോൾ അലങ്കാര ചെടികളായിട്ട് ഉപയോഗിക്കുന്ന കള്ളിച്ചെടികളാണെന്ന് തോന്നുന്നു. ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് വൈകുന്നേരം കുറച്ച് സമയം ചിലവഴിക്കാനായിട്ട് വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. സ്റ്റെപ്പുകളൊന്നും കയറാൻ വലിയ ബുദ്ധിമുട്ടുമില്ല. ഇവിടെ കയറി കുറച്ച് സമയം പാറപ്പുറത്ത് വിശ്രമിക്കുകയും ചെയ്യാം. നല്ല കാറ്റും തണുപ്പും പ്രകൃതി ഭംഗിയും നല്ല രസമുണ്ട് കാണാൻ ഇവിടെയൊക്കെ. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും ഇടവഴികളും കുളവും പർവ്വതനിരകളും ചെങ്കൽ ചൂളയും പ്രകൃതിയുടെ ഏകദേശം കാഴ്ചകളും ഇവിടെ നിന്ന് കാണാം. ഈ സ്ഥലം എങ്ങനെയുണ്ടെന്ന് വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യണേ. ഇവിടെ ഒരു ശിവപ്രതിഷ്ഠ മാത്രമേ ഉള്ളൂ. പൂജ സ്ഥിരം നടത്തുന്ന സ്ഥലമാണോ എന്നറിയില്ല. വാടിയ പൂക്കളൊക്കെ കിടക്കുന്നുണ്ട്. ഇതിനടുത്ത് തന്നെ ഒരു കുളവുമുണ്ട്. മലയുടെ താഴ്ഭാഗത്തായിട്ട് വലിയൊരു കുളവുമുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെയൊക്കെ കാണാനായിട്ട്. നല്ല രസമുണ്ട്, നല്ല കാറ്റും മലയും താഴ്ഭാഗത്ത് കുളവും ഒരു ചെറിയ പാതയൊക്കെ ഉണ്ട്. നാട്ടുപാതയെല്ലാം ഉണ്ട്. വേപ്പും കള്ളിച്ചെടികളും മൊത്തത്തിൽ നല്ല ഗ്രാമീണ ഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. കള്ളിച്ചെടി പൂത്ത് കിടക്കുന്നുണ്ട്, ഒരു മഞ്ഞ പൂവൊക്കെ ഉള്ളതുണ്ട്. പിന്നെ വേറൊരെണ്ണത്തിൽ ചുവന്ന പൂവുള്ള കള്ളിച്ചെടി നിൽക്കുന്നത്, പക്ഷേ പൂവൊക്കെ വാടിപ്പോയതാണ്. മഞ്ഞപ്പൂ നല്ല ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ. വീട്ടിൽ കൊണ്ടുവച്ച് നല്ല അലങ്കാര ചെടിയായിട്ട് ഉപയോഗിക്കാം. നല്ല രസമുണ്ട് കാണാനായിട്ട്. വേണമെന്നുള്ളവർക്ക് ഇങ്ങോട്ട് വന്ന് ഫ്രീ ആയിട്ട് ഒടിച്ചു കൊണ്ടുപോയി നട്ട് വീട്ടിൽ വളർത്താം. കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.